പാലക്കാട് ജില്ലയിൽ വരുന്നത് 12 മണ്ഡലങ്ങളാണ്, നിയമസഭാ മണ്ഡലങ്ങൾ. തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കൊങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട്, താരൂർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, അങ്ങനെ 12 നിയമസഭാ മണ്ഡലങ്ങൾ വരുന്ന പാലക്കാട് UDF-ൽ വലിയ തരംഗമുണ്ടാകും എന്നാണ് VK ശ്രീകണ്ഠൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാലക്കാട് എന്തായിരിക്കും ശരിക്കും സംഭവിക്കാൻ പോകുന്നത്? പാലക്കാട് നമുക്കറിയാം, PK ശശി പാലക്കാട് CPIക്ക് വളരെയധികം വേരോട്ടമുണ്ടായിരുന്ന ഒരു മണ്ണായിരുന്നു ഈ പറയുന്ന പാലക്കാട്. അവിടെ നിന്നും PK ശശി എന്ന് പറയുന്ന CPIയുടെ സമുന്നതനായ നേതാവ് ആ പാർട്ടി വിട്ടു പോകുന്നു. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അവിടെ തന്നെ പാലക്കാട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ CPIക്കുള്ളിൽ ഒരു വലിയ വിള്ളൽ ഉണ്ടാക്കുന്നു. ആ സമയത്ത് തന്നെയാണ് ഇലക്ഷൻ വരുന്നു, സ്ഥാനാർത്ഥികൾ വരുന്നു. പറഞ്ഞ പോലെ തന്നെ 12 മണ്ഡലങ്ങൾ, അതിൽ തൃത്താല മുതൽ ആലത്തൂർ വരെ നീളുന്ന 12 മണ്ഡലങ്ങൾ. ഈ 12 മണ്ഡലങ്ങൾ LDF-ന് ശക്തമായ വേരോട്ടമുണ്ടായിരുന്ന മേഖലയും മണ്ഡലവുമായിരുന്നു. അതിൽ തന്നെ ഈ പറയുന്ന UDF-ന് 100% സാധ്യത, അവർക്ക് ഇടം വലം നോക്കാതെ സാധ്യത പറയാൻ പറ്റുന്ന ഒരു മണ്ഡലമായിരുന്നു മണ്ണാർക്കാട്. ഓൾറെഡി UDF-ന് വേരോട്ടമുള്ള UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് മണ്ണാർക്കാട്. പക്ഷേ ഈ ഇലക്ഷൻ ആരംഭിച്ചതോടുകൂടി തന്നെ ചിത്രങ്ങൾ മുഴുവൻ മാറി മറിയുകയാണ്. പാലക്കാടേക്ക് രമേശ് പിഷാരടി വരുന്നു. അപ്പോൾ ശക്തമായ എതിർപ്പുകളാണ് നിൽക്കുന്നത്. ഒരു കോമഡി താരം വന്നിട്ട് മുൻപ് ധർമ്മജനെ നിർത്തിയതാണ്, നമുക്കറിയാം. ധർമ്മജൻ തോറ്റതാണ്. അപ്പം ഈ പറയുന്ന ഒരു മിമിക്രി താരം, ഒരു സിനിമാ താരം വരുമ്പോൾ സ്റ്റാർ മണ്ഡലമായി മാറുകയാണ്. ശോഭാ സുരേന്ദ്രൻ ഓൾറെഡി ഒരു സ്റ്റാർ ആണല്ലോ. അപ്പം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്റ്റാറും ഈ പറയുന്ന രമേശ് പിഷാരടിയും വരുന്നു. LDF-ന്റെ സ്ഥാനാർത്ഥി അവിടെ അപ്രസക്തനായി പോകുന്ന ഏതാനും നിമിഷങ്ങളാണ് അവിടെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞുവല്ലോ, ഈ രമേശ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുകൾ നിൽക്കുന്നു. ഇയാൾ എന്ത് ചെയ്യുമെന്നുള്ളൊരു തോന്നൽ നിൽക്കുന്നു. പക്ഷേ അതെല്ലാം തന്നെ നിമിഷം മാത്രമായിരുന്നു. അദ്ദേഹം അവിടെ വരുന്നു, ജനങ്ങളെ മുഴുവൻ കയ്യിലെടുക്കുന്നു. അതായത് ഈ രമേശ് പിഷാരടിയുടെ സ്ഥിരമുള്ള ഒരു ശൈലിയേക്കാൾ ഉപരി അദ്ദേഹം നല്ലൊരു പ്രാസംഗികനാണെന്നും നല്ലൊരു വാഗ്മിയാണെന്നും തെളിയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം പാലക്കാട് കാഴ്ചവെച്ചത്. നമ്മളെല്ലാവരും കണ്ടതാണ്. അതെ. പാലക്കാടിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പലരുടെയും വിലയിരുത്തൽ അനുസരിച്ച് UDF തരംഗം വീശാൻ സാധ്യതയില്ലാത്തൊരു ജില്ലയാണ് പാലക്കാട് എന്നായിരുന്നു വിലയിരുത്തപ്പെട്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ VK ശ്രീകണ്ഠൻ പറയുന്ന ഒരു കാര്യമുണ്ട്. കൊങ്ങാട് മണ്ഡലത്തിൽ കൊങ്ങാട് മണ്ഡലത്തിൽ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു 2021 LDF-ന്റെ കാൻഡിഡേറ്റ് വിജയിച്ചു വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ CPM-ന്റെ വിലയിരുത്തൽ റിപ്പോർട്ടുകൾ കുറെ പുറത്തു വന്നിരുന്നു. ആ റിപ്പോർട്ടുകളിൽ കൊങ്ങാട് വിജയിക്കാൻ പോകുന്നത് 2000 വോട്ടിനായിരിക്കും എന്ന് CPM വിലയിരുത്തുന്നു. ഇത് പറഞ്ഞത് കോൺഗ്രസ് അല്ല, ഇത് പറഞ്ഞത് UDF അല്ല, ഇത് പറഞ്ഞത് മാധ്യമങ്ങളല്ല. CPM തന്നെ പറയുകയാണ് 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിച്ച മണ്ഡലത്തിൽ ഇത്തവണ ജയിക്കാൻ പോകുന്നത് 2000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരിക്കും. 23,000 വോട്ടോടെ 23,000 വോട്ടോടെ ഇത് തന്നെയാണ് പാർട്ടി തന്നെ സമ്മതിക്കുന്നു. 23,000 വോട്ടുകൾക്ക് ചോർച്ച വന്നിട്ടുണ്ട്. അതെ, 12 മണ്ഡലങ്ങളിലും ഈ പറഞ്ഞ വോട്ട് ചോർച്ച അല്ലെങ്കിൽ വോട്ടിന്റെ ഗണ്യമായ കുറവ് സംഭവിക്കുമെന്നാണ് VK ശ്രീകണ്ഠൻ പറയുന്നത്. അതിപ്പോൾ വോട്ടെടുപ്പിന് ശേഷമല്ല, അതിന് മുൻപും അദ്ദേഹം പറഞ്ഞിരുന്നത് തന്നെയാണ്. പാലക്കാട് ഉണ്ടാകാൻ പോകുന്നത് വലിയൊരു മാറ്റമാണ്, വലിയൊരു തരംഗമാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ 25,000 വോട്ടുകൾ ഒരു മണ്ഡലത്തിൽ തന്നെ ഇപ്പുറത്തേക്ക് മറിയാൻ സാധ്യതയുണ്ടെങ്കിൽ ബാക്കി 11 മണ്ഡലങ്ങളുടെ കാര്യവും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ പറഞ്ഞ പാലക്കാട് മണ്ഡലത്തിൽ ചേട്ടൻ സൂചിപ്പിച്ചുകൊണ്ടിരുന്ന പിഷാരടി മത്സരിക്കുന്ന പാലക്കാട് മണ്ഡലത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അവസാനം വരെ അദ്ദേഹം തോൽക്കുമെന്ന് പറഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് CPM പോലും വിലയിരുത്തുന്നു പാലക്കാട് അടിപതർന്നു എന്ന് വിലയിരുത്തുന്ന സാഹചര്യം ഉണ്ടാവുന്നു. മേഘ, ഇതില് ഞാൻ പറയാം, 14 ജില്ല, 140 മണ്ഡലങ്ങൾ, ശക്തമായ 140 മണ്ഡലങ്ങൾ എന്ന് തന്നെ പറയണം. ഈ 140 മണ്ഡലങ്ങളിലും 14 ജില്ലകളിലും എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ശക്തമായ ഭരണവിരുദ്ധ മനോഭാവം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം. അതിൽ തന്നെ നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ പിണറായി വിരുദ്ധത, ഇത് രണ്ടും കൂടി ചേർന്ന് ഇനി ഒരു തുടർഭരണത്തിൽ ഈ പാർട്ടി വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള തോന്നൽ ശക്തമായി ഉണ്ടായി നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യപ്പെടുന്നത്. പോരാത്തതിന് ഈ പറയുന്ന UDF തരംഗം നമ്മൾ കണ്ടതാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF തരംഗം ആഞ്ഞടിക്കുന്നു. അത് മൊത്തം എല്ലാ ഏരിയകളിലും തന്നെ UDF തരംഗം ആഞ്ഞടിക്കുകയാണ്. വിരലിലെണ്ണാവുന്ന സീറ്റുകളിലേക്ക് മാത്രമായിട്ട് ഈ പറയുന്ന LDF ഒതുങ്ങിപ്പോകുന്നു. അതിൽ തന്നെ ഈ പറയുന്ന BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പൂർണ്ണമായിട്ടും പിടിച്ചടക്കുന്നു. അത് നമുക്കറിയാം. അവിടെ ശക്തനായ സ്ഥാനാർത്ഥിയായിരുന്നു നിങ്ങളുടെ മേയർ ബ്രോ. ട്രിവാൻഡ്രംകാരി ആയതുകൊണ്ട് തന്നെ മേഹയ്ക്ക് അറിയാൻ പറ്റും. മേയർ ബ്രോ ഒന്നും പച്ച തൊടാതെ ചീറ്റി പോകുന്ന കാഴ്ചകൾക്കാണ്
ഈ പറയുന്ന തിരുവനന്തപുരം സാക്ഷിയാകുന്ന അദ്ദേഹമൊക്കെ അത്രയും പ്രവർത്തിച്ചതാണ്. അപ്പം ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരു സൂചന മാത്രമായിരുന്നു. ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഭരണവിരുദ്ധ ആണ്, ഞങ്ങൾ ഭരണത്തിനെതിരാണ്, അസ്വസ്ഥരാണ്, ഈ സർക്കാരിന് ഞങ്ങൾ എതിരാണ് എന്നുള്ള അവരുടെ ആ ഒരു മനോഭാവം പഞ്ചായത്തിൽ നിന്ന് തന്നെ അവർ കാണിച്ചു എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. കാരണം ഒരിക്കലും ഒരു തീ ആദ്യം തന്നെ ഒരു വലിയ കാട്ടുതീ അല്ലല്ലോ ഉണ്ടാകുന്നത്, ചെറിയൊരു പൊരിയാണ്, പിന്നീടാണ് അത് കാട്ടുതീയായി മാറുന്നത്. ആ ചെറിയ പൊരിയാണ് ഈ പറഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ സാക്ഷ്യം വഹിച്ചത്. പൂർണ്ണമായിട്ടും അവർ LDF-നെ തുടച്ചു മാറ്റി. അതിനുശേഷം BJP-ക്ക് ഒരു സൈഡിൽ അവസരം കൊടുത്തു. ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ഇപ്പോഴും CPM എടുത്ത വായിൽ പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ഈ പറയുന്ന CPM-ന്റെ പല വോട്ടുകളും ചോർന്നു പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് സഖാക്കന്മാർ പറയുന്നത് പോലെ ഒരു മൂന്നാം പിണറായി സർക്കാർ വന്നാൽ ചിലപ്പോൾ ഈ പാർട്ടി തന്നെ അന്യം നിന്ന് പോകുമെന്നുള്ള ഭയമുള്ള കുറെ നല്ല സഖാക്കന്മാരുടെ വോട്ടുകളാകാം ഈ മാറിപ്പോയത്. അല്ലെങ്കിൽ തന്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ സാധിക്കാത്ത പലരുടെയും ഫ്രസ്ട്രേഷൻ ആയിരിക്കാം ഈ വോട്ടുകളായി ഒഴുകിപ്പോയിട്ടുണ്ടായിരിക്കും. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഏകോപനത്തിലെ പിഴവാണ്. UDF-ന്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം ഏകോപനം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി പാർട്ടി ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നത് പാർട്ടി സഹിക്കില്ല. എനിക്ക് തോന്നുന്നു പാർട്ടിയെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാരും അതിനെ അംഗീകരിക്കില്ല. ഇപ്പോൾ എവിടെയാണെങ്കിലും ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ MV ഗോവിന്ദന്റെ ഭാര്യയെ മത്സരിച്ച കാര്യമായിക്കോട്ടെ, പലരും പാർട്ടി വിട്ടുപോയപ്പോൾ അവരെ തടഞ്ഞു നിർത്താത്ത, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതായിക്കോട്ടെ, അതുപോലെ തന്നെ ഈ മൂന്നാം പിണറായി സർക്കാർ വേണമെന്ന് പറഞ്ഞ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ അതിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ടിരുന്നത് പിണറായിയുടെ മുഖമായതുകൊണ്ടാണ്. ഒരു 90% ഹോർഡിങ്ങുകളിലും പരസ്യങ്ങളിലും അദ്ദേഹത്തിന്റെ മുഖം വയ്ക്കാൻ തീരുമാനമെടുത്തപ്പോഴാണ് പാർട്ടിയുടെ അടിത്തറ ഇളകി തുടങ്ങിയത്. മേഘ, ഞാൻ പറയാം, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പ്രസ്ഥാനം തന്നെയാണ് വലുത്. അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് എല്ലാവർക്കും അങ്ങനെയാണ്. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആയതുകൊണ്ടെന്നല്ല പറഞ്ഞത്, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ എന്നത് മാത്രമാണ്. അല്ലാതെ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ഇവിടെ അടിത്തറ ഇടുകയില്ല. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ എനിക്കെപ്പോഴും വലുത് പ്രസ്ഥാനമാണ്, അല്ലാതെ ഒരു നേതാവല്ല. നേതാക്കന്മാർ പിന്നീടാണ് ഉണ്ടായത്, പ്രസ്ഥാനമാണ് ആദ്യം സൃഷ്ടിക്കപ്പെടുന്നത്. ആ പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്തവരൊക്കെ മൺമറഞ്ഞു പോയി. ഇപ്പോഴുള്ളവരൊക്കെ എന്ന് പറയുന്നത് ഇന്നലത്തെ മഴയിൽ കുരുത്തതുപോലെയുള്ളവരാണ്. അതിൽ തന്നെ പിണറായിയെ പോലുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ തനി മാടമ്പി തരങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് എല്ലാം തന്നെ ചെയ്തു വയ്ക്കുന്നു. ജനങ്ങൾക്കൊപ്പം നിൽക്കുവാനായിട്ട് അയാൾ ആഗ്രഹിക്കുന്നില്ല. അയാളാണ് എല്ലാത്തിനും റൂളർ. അയാൾക്ക് മാധ്യമങ്ങളോടുള്ള അസഹിഷ്ണുത, ചോദ്യങ്ങളോടുള്ള അസഹിഷ്ണുത, ജനങ്ങളോടുള്ള ഭയം. ഒരു കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് പുള്ളിയുടെ വാഹനം പോകുന്ന വഴിക്ക് പോകാൻ പറ്റില്ല, അത് കരിങ്കൊടി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വണ്ടി പോകുന്ന വഴിക്ക് ഒരു മരണം നടന്നിട്ടുണ്ടെങ്കിൽ കരിങ്കൊടി വെക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ഇതിനേക്കാട്ടിൽ വലിയ വിഷയങ്ങളിവിടെ ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ നടന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരെ കരിയോയിൽ വരെ ഒഴിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതുപോലെ രക്ഷാപ്രവർത്തനമൊന്നും നടത്തിയിട്ടൊന്നുമില്ല. രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടതാണല്ലോ, DYFI കുഞ്ഞുങ്ങളുടെ രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ജനങ്ങളൊന്നും പൊതുജനം കഴുതകളൊന്നും അല്ല, അവർക്ക് ബുദ്ധി നല്ലതുപോലുണ്ട്. എന്ത് വേണം എന്ത് വേണ്ടെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഈ ഭരണവിരുദ്ധ വികാരവും പിണറായി വിരുദ്ധതയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UDF-ന് ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു അടിത്തറ നിർമ്മിച്ച് നൽകി എന്നുള്ളതാണ് വാസ്തവം. ആ അടിത്തറയിൽ ഈ പറയുന്ന VD സതീശനും രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ നമ്മുടെ KC വേണുഗോപാലും കൂടി ശക്തമായ ഒരു ഭിത്തി പണിത് അതിന് മുകളിലേക്ക് ഒരു മേൽക്കൂരയും കെട്ടി അതിനുള്ളിലേക്ക് വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള കഴിവുള്ള സ്ഥാനാർത്ഥികളെ കണ്ടുപിടിച്ചങ്ങ് നിരത്തി അതിനെ 14 ജില്ലകളാക്കി തിരിച്ച് 140 മണ്ഡലങ്ങളാക്കി തിരിച്ച് എവിടെ ആരെ നിർത്തി കഴിഞ്ഞാൽ വോട്ട് കിട്ടും എന്നുള്ളത് വ്യക്തമാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തി. ഈ പറഞ്ഞ പോലെ ഈ തളിപ്പറമ്പിൽ മാത്രമല്ല ഈ കുടുംബ സ്ഥാനാർത്ഥിത്വത്തിന്റെ പേരിൽ വിഷയങ്ങൾ നടക്കുന്നത്, നാദാപുരത്ത് നടക്കുന്നുണ്ട്. മനസ്സിലായോ? നാദാപുരത്ത് ഇതേ വിഷയം തന്നെയാണ്. അവിടുത്തെ വസന്തം അവിടെ വർഷങ്ങളായിട്ടുള്ള സിറ്റിംഗ് MLA ആയിട്ടുള്ള വ്യക്തിയുടെ ഭാര്യയാണ്. അദ്ദേഹം മാറുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യയെ നിർത്തുന്നു. അതിന്റെ പേരിൽ അവിടെ വിഷയങ്ങൾ നടക്കുന്നത്. അത് അഭിജിത്ത് എന്ന് പറയുന്ന UDF-ന്റെ സഖാവിന് വോട്ടായി മാറുകയാണ്. അവർക്ക് അവിടെ വോട്ടെടുപ്പിന് ശേഷം അവർ പറയുന്നുണ്ട്, പോയി നഷ്ടപ്പെട്ടു. കോഴിക്കോട് സൗത്തിൽ 4.25 വർഷം പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന അഭിജിത്തിനെ, KM അഭിജിത്തിനെ എന്തുകൊണ്ട് എടുത്തുകൊണ്ട് നാദാപുരത്തേക്ക് ഇട്ടു? അതെന്തുകൊണ്ടിട്ടു? അവിടെ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. പാർട്ടിക്കുള്ളിൽ പാർട്ടി വിരുദ്ധത നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്, കൃത്യമായ ഒരു സൂചനകളിൽ കൂടെയാണ് UDF നീങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ 12 മണ്ഡലങ്ങൾ, ഈ 12 മണ്ഡലങ്ങളിലെ അദ്ദേഹത്തിന്റെ വിജയം, അതിൽ തന്നെ അദ്ദേഹം LDF-ന്റെ ഏറ്റവും വലിയ കോട്ടയായുള്ള കൊങ്ങാട് വരാൻ പോകുന്ന വിജയം, അതെല്ലാം തന്നെ ഇദ്ദേഹം ഇന്ന് രാവിലെ ഒരു ഉറക്കപ്പിച്ച് വന്നേച്ചിരുന്ന് പറയുന്ന കാര്യങ്ങളൊന്നും അല്ല. പാലക്കാട് 12 സീറ്റും UDF പിടിക്കുമെന്ന് VK ശ്രീകണ്ഠൻ പറയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പാർട്ടിയുടെ വോട്ടുകളെല്ലാം
പലതും ഈ 50% മുകളിൽ പാർട്ടി വോട്ടുകൾ, ഭൂരിപക്ഷത്തിൽ ഉണ്ടായിരുന്ന വോട്ടുകൾ UDF-ലേക്ക് വരുമെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. 12 UDF കൺഫേം ആണ്. ഈ 6 സ്ഥലത്തും PK ശശി ടീമിന്റെ പാർട്ടി വിരുദ്ധത ശക്തമായിട്ടുണ്ടെന്ന് നമുക്കറിയാം. അത് ആ 6 സീറ്റുകളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള. തൃത്താല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒറ്റപ്പാലം പറഞ്ഞിട്ടുണ്ട്, കൊങ്ങാട് പറഞ്ഞിട്ടുണ്ട്, മണ്ണാർക്കാട് പറഞ്ഞിട്ടുണ്ട്, പാലക്കാട് ടൗൺ പറഞ്ഞിട്ടുണ്ട്. മലമ്പുഴയുടെ കാര്യം ഒന്നും അറിയില്ല. എന്താണെങ്കിലും നമുക്കിനി ഏതാനും ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ 4-ാം തീയതി വരേക്കും കാത്തിരിക്കാം. എന്തായാലും നമുക്ക് ഉറപ്പാണ് ശക്തമായ UDF തരംഗം ആഞ്ഞടിക്കും. ഇവിടെ UDF മന്ത്രിസഭ വരും. അടുത്ത 5 വർഷത്തേന് UDF-ന്റെ കയ്യിൽ നമ്മുടെ സംസ്ഥാനം ഭദ്രമായിരിക്കും എന്ന് വിശ്വസിക്കാം.